ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ചെടിക്ക് കൊടുക്കാവുന്ന നല്ലൊരു വളമാണ്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ലഷായിട്ട് ഇരിക്കുന്നത് കാണാൻ നമുക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വളമാണ് ഇത്. കണ്ടാൽ നമ്മുടെ ചൈനീസ് ബോൾസുമാണ്. ഇപ്പം നമ്മൾ ഇടയ്ക്ക് ഈ വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, നിറച്ച് ഇതിനകത്ത് തളിർപ്പ് വന്നേക്കും. അത് കണ്ടോ, ഇത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് തൈകളാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ സവാളയുടെ തൊലി, അത് വെള്ളത്തിലിട്ട് 2 ദിവസം വെക്കണം. അതുപോലെ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും നമുക്ക് അതുപോലെ എടുത്ത് വെള്ളത്തിലിട്ട് 2 ദിവസം വയ്ക്കാം. അതുപോലെ ഗ്രീൻ പീസിൻ്റെയും കടലയുടെയൊക്കെ കൊതുത്ത വെള്ളം അതും നമ്മൾ പ്രില്ലിൻ്റെ ബോട്ടിലാക്കി ഇപ്പം വെച്ചിരിക്കുവാണ്. അത് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആക്കി വെച്ചിരിക്കുവാണ്. അത് നമ്മൾ ഈ സവാളയുടെ തൊലി ഇട്ട് വെച്ച വെള്ളം നമ്മൾ ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ നമ്മൾ ചെടിക്ക് കൊടുക്കാവുള്ളൂ. പിന്നെ അരിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ കടല കുതിർത്ത വെള്ളം അതും നമ്മൾ 2 ദിവസം വെച്ചിട്ട് ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ചൈനീസ് ബോൾസത്തിനൊക്കെ അത് ഒത്തിരി നല്ലത്. അരി കഴുകിയ വെള്ളവും ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ ഇതുപോലെ വരും. ഇതുണ്ടോ, ഇതെല്ലാം നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല, അതുപോലെ മുട്ട ഉണ്ടാകാതൊക്കെ ഇരിക്കുവാണെങ്കിലും പൂക്കാതൊക്കെ നിൽക്കുന്ന ചെടികളുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ വന്ന് നല്ല ബ്രാഞ്ചസും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. നമ്മുടെ സവോള ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ് നമ്മളിതിനൊന്ന് തളിച്ച് കൊടുക്കും. നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും നന്നായിട്ട് കൂടാനും. ഇത് നാടൻ ജമന്തി മഞ്ഞ കളറാണ്, കൂടാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ സവോള വഴിയുള്ള ഈ റോസയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇഷ്ടം പോലെ മുട്ടുണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടോ, ഇത് മുട്ടയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ മുട്ട ഇങ്ങനെ വിരിയാതൊക്കെ നിൽക്കും. അപ്പോൾ ഈ വളം കൊടുക്കുകയാണെങ്കിൽ വിരിയാതെ നിൽക്കുന്ന മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ചൈനീസ് ബോൾസിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് നല്ലൊരു റിസൾട്ട്. ഇതിപ്പം നമ്മുടെ സ്റ്റാർ ജാസ്മിനാണ് ഞാൻ നമ്മൾ ചെയ്ത വളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒത്തിരി നാളായി പൂത്തിട്ട്. ഇപ്പം ചാമ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതാണെങ്കിൽ അതിൻ്റെ തണൽ കൊണ്ട് വെയിലൊന്നും കിട്ടാതെ ഇതിന് ശരിക്കും പൂക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഈ വളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം വീഡിയോയുടെ അവസാനം വരെ കാണുവാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഉണ്ടായ മാറ്റമൊക്കെ നമുക്ക് കാണാം. ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ്. അപ്പം ഇതിൻ്റെ ആണെങ്കിൽ ഈ നല്ലതായിട്ട് ഇപ്പം മുട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടായ ഒരു മാറ്റമാണിത്. അതാണെങ്കിൽ ചെറിയൊരു ചെടിയായിട്ട് നിന്നിട്ട് അത് ഉണങ്ങിപ്പോകാനായിട്ട് തുടങ്ങിയതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കിയതാണ്. അന്നേരം നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് വന്നു, നല്ല തളിർപ്പ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ നമുക്ക് ഒഴിച്ച ചെടികൾക്കൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ജമന്തി ഇതിപ്പം ഹൈബ്രിഡാണ്. അപ്പം ഇതിനകത്ത് നിറച്ച് മുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചൈനീസ് ബോൾസ് ആണെങ്കിലും മുട്ടൊക്കെ വന്നിട്ട് വിരിയാതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ തൊലി കഞ്ഞിവെള്ളത്തിനകത്തിട്ട് വെച്ചിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ കാണിച്ചല്ലോ, പ്രില്ലിൻ്റെ ബോട്ടിൽ വേണേൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ നല്ലതായിട്ട് വരും അന്നേരം. ഇത് നമ്മുടെ സ്റ്റാർ ജാസ്മിനാണ്. നമ്മൾ വളം ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്ക് അതിന് നല്ല വ്യത്യാസമായി. ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായി. അപ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്കിതിന് കിട്ടുന്നത്. നമ്മുടെ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്തതാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ വേറെ വളം ഉണ്ടാക്കുന്ന, ഈസിയായിട്ട് വളം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.